ഭയങ്കര പ്രതീക്ഷയാണ് ഇവിടെ ഞങ്ങൾ രാജേട്ടൻ ജയിക്കുന്നുള്ളത്. ഞങ്ങൾക്ക് ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്ന് വരെ വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇടതും വന്നിട്ടുണ്ട് വലതും വന്നിട്ടുണ്ട്. ഈ ഒരു 10 വർഷം ഇതേപോലത്തെ ഒരു ഭരണം ഒരാളും കാഴ്ചവെച്ചിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഇവിടെ വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നുള്ളൊരു വളരെയധികം പ്രതീക്ഷയുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം പിന്നെ രാവിലെ കുറ്റം പറഞ്ഞാൽ കാര്യമില്ലല്ലോ. രാജേട്ടനെ പറ്റി നല്ല അഭിപ്രായം ഞങ്ങൾക്ക്. മറ്റാൾക്കാരെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നല്ല പറഞ്ഞാൽ രാജേട്ടൻ ജയിക്കണമെന്നൊരു താല്പര്യമുണ്ട്. പല റോഡുകൾ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും അങ്ങോട്ട് മാറ്റിയിട്ടില്ലേ, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുമാതിരി എല്ലാവരോടും ഇടപഴകാനും ബെസ്റ്റ് സൂപ്പർ താരാണ് ആള്. പുള്ളി അവിടെ നിന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. രാജേട്ടനെ കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പം ഈ കണ്ട കാലം ഇവിടെ മറ്റുള്ളവർ മാറി മാറി ഭരിച്ചിട്ടും ഇപ്പം ഈ 10 കൊല്ലമാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും ഒരേ സ്വരത്തിൽ രാജേട്ടൻ മതിയെന്ന് തന്നെയാണ്. 10 വർഷത്തിൻ്റെ ഇടയിൽ നല്ലൊരു മാറ്റം ഉണ്ടായില്ലേ. ഇനി അടുത്ത 5 വർഷം വീണ്ടും ഇതിനെക്കാട്ടും നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുള്ള വിശ്വാസമുണ്ട്. രാജേട്ടൻ ഇവിടുത്തെ ഞങ്ങളിലത്തെ ഒരാളാണ്. ഞങ്ങൾക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ആളുടെ അടുത്ത് ഇവിടെ അടുത്ത് തന്നെ ഓഫീസുണ്ട്. ഓഫീസിൽ ചെന്ന് പറയാം, നേരിട്ട് പറയാം. എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണ്, എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരു തുടർ ഭരണം ആവശ്യമാണ് വിചാരിക്കുന്നു. ഇവിടെ എല്ലാം കൊണ്ടും വികസനമുണ്ട്. അപ്പം മറിച്ചൊരു അഭിപ്രായമൊന്നുമില്ല. മറിച്ച ഇപ്പോൾ കാണേണ്ട ഒരു അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അവരുടെ ഫണ്ട് തന്നെ കണ്ടില്ലേ, ആ ഫണ്ട് അവിടെ പോണു. അപ്പോൾ അതൊരു തുടക്കത്തിൽ തന്നെ എങ്ങനെയാണെങ്കിൽ അവസാനം എന്തായിരിക്കും. അപ്പോൾ പേടികൊണ്ട് കൊടുക്കാൻ പറ്റില്ല 5 കൊല്ലം. മാറ്റം ഇപ്രാവശ്യം വരും. ഇപ്രാവശ്യം മാറ്റം വരും. അപ്പോൾ ഒല്ലൂർ എങ്ങനെയായിരിക്കും മാറ്റം വരാൻ പോകുന്നത്? ഒല്ലൂരത്തെ കാര്യം നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകും അവർ. നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതിൽ ആര് ജയിക്കും എന്തുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്? ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം വഴിതെറ്റി പോണ ഒരു അവസ്ഥയാണുള്ളത്. മയക്കുമരുന്ന്, കഞ്ചാവ്, അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ കൊലപാതകം, എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ. അമ്മമാരായ ഞങ്ങൾക്ക് ടെൻഷനാണ്. അതാണ്. അല്ലാണ്ട് റവന്യൂ മന്ത്രി നമുക്ക് കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും നല്ലൊരു ഇതാണ്. പക്ഷെ മൊത്തം ഒന്ന് മാറണമെന്നുണ്ട്.